യഥാർത്ഥ കട്ടപ്പ ഓഫ് ബിഗ് ബോസ് സീസൺ 7 ഈസ് PR ബാക്കി കാര്യങ്ങളെല്ലാം അങ്ങ് പൊലിപ്പിച്ചോളും. കുറച്ചൊക്കെ ഒരു എത്തിക്സും കാണിക്കാം. ഒരു ചീപ്പ് ഗെയിം കളിച്ച ഒരു കണ്ടസ്റ്റന്റ് പോലും ഒരു ഫ്രണ്ട്സ് എങ്ങനെ ആയിക്കൂടാ എന്നതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ സ്നേഹം എന്ന് പറഞ്ഞ സാധനം. ഈ 3 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാന്നാണ് സത്യാവസ്ഥ. ഫേക്ക് ഫ്രണ്ട്ഷിപ്പിന്റെ എക്സാമ്പിൾ ആയിട്ടുള്ള എന്താ പറയാ ചരിത്രം എഴുതുന്ന ഒരു സീസൺ ആയിരുന്നു. അനുമോളെ നമിച്ചുപോയി. ഹലോ ഗൈസ്, അപ്പോൾ ബിഗ് ബോസ് ഫിനാലേക്ക് വേണ്ടിയിട്ട് ഇനി ഒരു ദിവസമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ദിവസത്തിനുള്ളിൽ അറിയാൻ പറ്റും ആരാണ് ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ വിന്നർ എന്ന്. സോ നമ്മളെല്ലാവരും ഈ ഒരു അൾട്ടിമേറ്റ് മൊമെന്റ്സിന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമുക്കിനി ബിഗ് ബോസിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മുടെ കഴിഞ്ഞ 6 സീസണായിട്ട് നമ്മൾ കണ്ടുവന്നത് എന്താണ്, ഒരുപാട് തർക്കങ്ങളും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കുന്ന എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ടുവേർഡ്സ് ദി എൻഡ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്, അതായത് എല്ലാ ആൾക്കാരും ഒന്ന് ഒത്തുചേരുന്നതും അതുപോലെ തന്നെ എന്താ പറയുക, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം പറഞ്ഞു തീർത്ത് എല്ലാം സോൾവ് ആക്കി ഇനി പീസ്ഫുൾ ആയിട്ട് ഫിനാലിയിലേക്ക് പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ ആക്ച്വലി ഇത്രയും സീസണായിട്ട് കണ്ടത്. പക്ഷേ സീസൺ 7 കേസ് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ചരിത്രത്തിൽ ഇതെപ്പോഴും ഒരു എന്താ പറയുക ചരിത്രം എഴുതുന്ന ഒരു സീസൺ ആയിരിക്കും. കാരണം ടുവേർഡ്സ് ദി എൻഡ് ഓരോരോ ദിവസം കൂടുന്നവരും ഓരോരോ ബോംബുകൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ബിഗ് ബോസ് കോണ്ടന്റ് ആക്കി എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക ചാകരയായിരിക്കും. കാരണം അത്രത്തോളം കോണ്ടന്റുകൾ കിട്ടുന്നുണ്ട്. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡെഫിനറ്റ്ലി ആ ഒരു 3 ദ ഫേക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ എക്സാമ്പിൾ ആയിട്ടുള്ള നൂറ, ആദില, അനുവിനെ കുറിച്ചിട്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് അവരെ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉള്ളതാണല്ലേ. സോ നമ്മൾ ഒരിക്കലും നമ്മുടെ ഫ്രണ്ട്സിനെ അങ്ങനെ മറ്റുള്ളവരിലേക്ക് ഇട്ട് കൊടുക്കാറില്ല. എന്താ പറയുക, ഒരു ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് കരിവാരി തേക്കാനോ. പക്ഷെ നമ്മൾ ഫ്രണ്ട്ഷിപ്പിനിടയിൽ എന്താ പറയുക പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്താ പറയുക ചീത്ത പറയും, ദേഷ്യപ്പെടും, എല്ലാം ഉണ്ടാകും. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു എന്താ പറയുക ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ. ഈ സ്നേഹം എന്ന് പറഞ്ഞ സാധനം ഈ 3 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാന്നാണ് സത്യാവസ്ഥ. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവരെ എപ്പോഴും എന്താ പറയുക ഇവരെ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് വിളിക്കുന്നത്. ഒരു ഫ്രണ്ട്സ് എങ്ങനെ ആയിക്കൂടാ എന്നതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നൂറ, ആദില, അനുമോൾ. എല്ലാവരും ശൈത്യേനെ ഒരു പാമ്പ് അല്ലെങ്കിൽ ശൈത്യേനെ പിന്നിൽ കുത്തിയ കട്ടപ്പ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഷീ ഈസ് നോട്ട് ദ എക്സാക്ട് കട്ടപ്പ. സീരിയസ്ലി പറയുകയാണെങ്കിൽ ശൈത്യ അല്ല അവിടുത്തെ ശരിക്കുള്ള കട്ടപ്പ, അത് ആദില തന്നെയാണ്. ആദില 2.0, 3.0, 4.0, 10.0, 100.0 എന്ത് വേണമെങ്കിലും വിളിക്കാം. കാരണം അത്രത്തോളം എന്താ പറയുക എനിക്ക് അനുമോളെ പേഴ്സണലി ഇഷ്ടമല്ല. പേഴ്സണലി എനിക്ക് ആ കുട്ടിയുടെ ബിഗ് ബോസ് ഹൗസിലെ വെച്ച് നോക്കുമ്പോൾ കേട്ടോ എനിക്ക് ഇഷ്ടമല്ല ആ കുട്ടീൻ്റെ ഗെയിം, ക്യാരക്ടർ ഒന്നും എനിക്കിഷ്ടമല്ല. പക്ഷെ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും അത് ആദിലാവട്ടെ അവിടെ പോയിട്ട് പറഞ്ഞ് ഇവിടെ പോയിട്ട് പറഞ്ഞ് അതുപോലെ തന്നെ തരം കിട്ടുന്ന സമയത്തൊക്കെ ആദിൽ തന്നെയാണ് പിന്നിൽ നിന്ന് കുത്തിയത്. അപ്പോൾ എനിക്ക് പറയുകയാണെങ്കിൽ ശൈത്യല്ല യഥാർത്ഥ കട്ടപ്പ. യഥാർത്ഥ കട്ടപ്പ ഓഫ് ബിഗ് ബോസ് സീസൺ 7 ഈസ് ആദില. പിന്നെ നൂറയുടെ കേസ് പറയുകയാണെങ്കിൽ നൂറ ഭയങ്കര സട്ടിലായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ്. അങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ അധികം അങ്ങ് ഇടപെടാതെ അവൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് നൂറേനെ തോന്നിയത്. പിന്നെ നിലപാടുണ്ടോ ചോദിച്ചാൽ വലിയ നിലപാടൊന്നുമില്ല. ചില കാര്യങ്ങളിൽ അവർ സംസാരിക്കും, ചില കാര്യങ്ങളിൽ സംസാരിക്കേണ്ട സ്ഥലത്ത് അവർ സംസാരിക്കാറുമില്ല. സോ എനിക്ക് നൂറ ഒരു ഭയങ്കര സട്ടിലായിട്ട് പോകുന്ന ഒരു ഗെയിമറായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ യെസ്. ഇനി അനുമോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അങ്ങനെ ക്യാരക്ടറുള്ള ഒരു ആളെ എനിക്ക് ഇഷ്ടമല്ല. എന്താ പറയുക എല്ലാവരും പറയും ഇമോഷൻ വരുമ്പോൾ നമ്മൾ കരയും, അത് എക്സ്പ്രസ് ചെയ്യും, അത് അങ്ങനെയുള്ള ഒരാളാണ് അനുമോള്, എല്ലാം ഞാൻ സമ്മതിക്കാണ്. പക്ഷേ അനുമോള് ആ ബിഗ് ബോസ് ഹൗസിൽ എന്താ പറയുക മറ്റുള്ള കണ്ടസ്റ്റൻസിന് ഇത്രത്തോളം എന്താ പറയുക കോൺട്രവേഴ്സീസിലേക്ക് ഇട്ടുകൊടുത്തൊരു കണ്ടസ്റ്റൻ്റ് ആണ്. അനുമോളുടെ അത്രയും ഒരു ചീപ്പ് ഗെയിം കളിച്ച ഒരു കണ്ടസ്റ്റന്റ് പോലും ആ ബിഗ് ബോസ് ഹൗസിലില്ല. ഞാൻ പറയട്ടെ, ഇപ്പം അക്ബറിന്റെ കേസ്,
ബിൻസിയുടെ കേസ്, അപ്പാനിയുടെ കേസ്, ജിസേലിൻ്റെ കേസ്, പിന്നെ അതുപോലെ ആര്യൻ്റെ കേസ്, ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സീരിയസ്ലി സ്പീക്കിംഗ് അനുമോളാണ് മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിച്ച ആള്. അവൾക്ക് അറിയാം അവൾക്ക് പുറത്ത് നല്ല PR ഉണ്ട്. അപ്പോൾ അവൾ ഇതുപോലുള്ള ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിടുകയാണെങ്കിൽ അത് PR എടുത്തോളും, PR ബാക്കി കാര്യങ്ങളെല്ലാം അങ്ങ് പൊലിപ്പിച്ചോളും എന്നുള്ള സാധനം അവൾക്ക് നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ ഇതുപോലത്തെ ചീപ്പ് കാര്യങ്ങളെല്ലാം പുറത്തേക്ക് അവൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ അത് ആക്ച്വലി ഒരു സ്ട്രാറ്റജി ആണോ എന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് ഹൗസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അതിൻ്റെ കപ്പ് വാങ്ങിക്കുക എന്ന് തന്നെയാണ്. പക്ഷേ കപ്പ് വാങ്ങിക്കണതിലും കുറച്ചൊക്കെ ഒരു എത്തിക്സും കാണിക്കാം. അപ്പം എനിക്ക് തോന്നുന്നത് അനുമോളുടെ കേസ് പറയുകയാണെങ്കിൽ അതാണ്, ആൾക്ക് കപ്പ് വേണം, ആൾക്ക് 100 ദിവസം നിൽക്കണം. പക്ഷെ അത് ആരെ കരിവാരി തേച്ചാലും ആരെ ടാർണിഷ് ചെയ്താലും അവൾക്കൊരു പ്രശ്നമല്ല. 100 ദിവസം നിന്നാൽ മതി, കപ്പടിച്ചാൽ മതി. ഇതാണ് പുള്ളിക്കാരിൻ്റെ ഒരു ലൈനും. ആൻഡ് എനിക്ക് തോന്നിയിടത്തോളം ഇത്രയും ബിഗ് ബോസ് സീസണുകൾ വന്നല്ലോ. അപ്പം സീസൺ 1, സീസൺ 2, സീസൺ 3, സീസൺ 4, 5, 6, 7 ഈ 7 എത്തി നിൽക്കെ, അതായത് 1 to 7 എത്തി നിൽക്കെ ഇത്രയും ഫേക്ക് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതാണ് അനുമോള്. കാരണം അത്രത്തോളം ഫേക്കാണ്, ഒരു ദയാദാക്ഷിണ്യമില്ലാത്തൊരു കണ്ടസ്റ്റൻ്റാണ്. എനിക്കറിയില്ല, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അനുമോൾക്കാണ്. പുറത്ത് വരുന്ന വിവരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അനുമോൾക്കാണുള്ളത്. ആവാം, ചെയ്യണതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്താണ് ആ ബിഗ് ബോസ് ഹൗസിൽ ചെയ്തത് എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ്. ബിക്കോസ് ഗെയിമിൻ്റെ കേസിലാണെങ്കിൽ വലിയ ഗെയിമൊന്നുമില്ല. പുള്ളിക്കാരീനെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് പിന്നെ പറഞ്ഞ് പൊലിപ്പിച്ച് അവിടെ അങ്ങ് ഭൂകമ്പാക്കിയിടും. ആരെങ്കിലും പുള്ളിക്കാരിയുടെ മുമ്പിൽ കരയുകയാണെങ്കിൽ ശൈത്യൻ്റെ കേസ് തന്നെ എടുക്കാം. അതായത് ശൈത്യ അത്രയ്ക്കും വിഷമിച്ച് അവളുടെ ആ ഉള്ളു പൊട്ടിയിട്ട് അവൾ അത് കരഞ്ഞപ്പം കല്ലുപോലെ നിന്ന് കേട്ടിട്ട് പറയായിരുന്നു, നിനക്ക് ചെയ്ത തെറ്റ് എന്താ പറയുക, നീ ചെയ്ത തെറ്റല്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് കരയുന്നത് എന്ന്. ഉള്ളിൽ നിനക്ക് ട്രൂത്ത്ഫുൾ ആയിട്ട് നിനക്ക് തോന്നുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ കരയണതെന്ന്. പക്ഷെ കർമ്മ ഹിറ്റ്സ് ബാക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതായിരുന്നു ഇന്നലെ അനുമോളിന് സംഭവിച്ചത്. കാരണം ഇന്നലെ ഒരു അലിഗേഷൻ വന്നു. അതായത് ആദ്യം ആ ഒരു ബോംബ് പൊട്ടിച്ചപ്പം ആ അനു കിടന്ന് കരഞ്ഞതുണ്ടല്ലോ, അതാണ് കർമ്മ. അത്രത്തോളം പുള്ളിക്കാരി ഉള്ളിൽ ട്രൂത്ത്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും കരഞ്ഞത്, എന്തിനാ അത്രയും സീൻ ഉണ്ടാക്കിയത്? അനുമോളെ നമിച്ചുപോയി. സോ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, PR ഒരു നല്ല കാര്യമാണെന്ന്. യെസ്, PR ഈസ് എ ഗുഡ് തിങ്. ഇനി അങ്ങോട്ടേക്കുള്ള സീസണിലൊക്കെ ഇനി PR ആക്ച്വലി ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഘടകം തന്നെയായിരിക്കും. കാരണം നമ്മൾ ഉള്ളിൽ ചെയ്യുന്ന, അതായത് ഹൗസിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതാണ് PRൻ്റെ ഒരു ജോബ്. നമ്മൾ എന്ത് ചെറ്റത്തരം ചെയ്താലും എന്ത് വൃത്തിയോട് വിളിച്ചു പറഞ്ഞാലും അത് നല്ല മാസ് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് എന്താ പറയുക പ്രേക്ഷകരിലേക്ക് മാനിപ്പുലേറ്റഡ് ആയിട്ട് കാണിക്കുക എന്ന് പറയുന്നതും PR-ന്റെ ജോബ് ആണോ ചോദിച്ചാൽ അത് ഒരു അൺഎത്തിക്കലായിട്ടുള്ള PR-ന്റെ ജോബാണ്. കാരണം അതാണ് അനുമോളുടെ കേസിൽ നടന്നുകൊണ്ടിരുന്നത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അനുമോൾ ഉന്നയിച്ച അത്രത്തോളം അലിഗേഷൻസ് വേറെ ആരും ആ വീട്ടിൽ ചെയ്തിട്ടില്ല, വേറെ ആരും ആ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുകയാണെങ്കിൽ ആര്യൻ്റെ കേസ്, ജിസേലിൻ്റെ കേസ്, അവരുടെ രണ്ടുപേരുടെ ആ ഒരൊറ്റ ചെറിയൊരു ചെറുതല്ല, ഏറ്റവും വലിയ അലിഗേഷനാണ് അത്. ജിസേലും ആര്യനും കേസ് കൊടുക്കാതെ പോയത് അനുമോളുടെ എന്താ പറയുക ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. സോ അത്രത്തോളം മോശമായിട്ടുള്ള ഒരു അലിഗേഷനാണ് അനുമോൾ അന്ന് പറഞ്ഞത്. പിന്നെ ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടു കേട്ടോ, അതായത് ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ കോണ്ടന്റ് ആക്കുന്നതാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ. അപ്പം അതിൽ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു. കാരണം അനുമോളെ അങ്ങ് വൈറ്റ് വാഷ് ചെയ്തിട്ട് എൻ്റെ പൊന്നോ, അനുമോള് കരയുമ്പോൾ അനുമോളോട് ചെയ്ത ചതി, അനുമോളോട് ഇത്രയും ക്രൂരത ചെയ്യാൻ പാടില്ല, അതുപോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന പെൺസിംഹം, കൂട്ടത്തോടെ വന്ന് ആക്രമിക്കാൻ ഒരു കാരണമുണ്ട്. എനിക്ക് മനസ്സിലായതാണ് കേട്ടോ. കാരണം അവളെ ആക്രമിച്ച ഒരുപാട് ആൾക്കാർ, അതായത് ശൈത്യ ആവട്ടെ, ബിൻസി ആവട്ടെ, അപ്പാനി ആവട്ടെ, ഇവരെല്ലാവരും വന്നിട്ട് ഇവളെടുത്ത് കാര്യങ്ങൾ സംസാരിക്കുമ്പം ഇവള് കല്ലുപോലെ നിന്നിട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അത് ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക അറഗൻസ് ആണ് അവിടെ അനുമോള് കാണിച്ചത്. അപ്പം എല്ലാവരും ഇവളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പുറത്ത് അവർക്ക്, അതായത് ഇപ്പോൾ ഈ ശൈത്യ, ബിൻസി ഇവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പറയട്ടെ, സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ് അത്. അപ്പം അനുമോൾ കാരണമാണ് അവരത് അനുഭവിച്ചതെങ്കിൽ അതിനൊരു സോറി, അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകരെ, എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരെ നിങ്ങളിങ്ങനെ സൈബർ ബുള്ളിങ് ചെയ്യരുത് എന്ന് പറയാൻ എന്നൊരു വാക്ക് പറയാൻ പോലും അനുമോളിന് അത് തോന്നിയില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക്
അത്ഭുതം തോന്നിയില്ല. പക്ഷെ എന്നാലും ഞാൻ ആലോചിക്കാറ് ഇത് അതൊരു ഹ്യൂമാനിറ്റി കുറച്ച് കാണിക്കാമല്ലോ, അതെനിക്ക് തോന്നിയിട്ടുള്ളൂ. സോ ബേസിക്കലി അനുമോളുടെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ, അനുമോളെ ആരെങ്കിലും കുത്താണെങ്കിൽ, അനുമോളെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ തിരിച്ചത് നല്ല 100 അല്ല 200 ഇരട്ടി തിരിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് അനുമോളുടെ. സോ തെറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യില്ല, ഭയങ്കര അറഗൻ്റ് ആണ്. മറ്റുള്ളവർ കരഞ്ഞാലും ചിരിച്ചാലും ചീർത്താലും ഒരു പ്രശ്നവുമില്ല, എനിക്ക് എൻ്റെ രീതിയിൽ അങ്ങ് പോയാൽ മതി എന്നൊരു ക്യാരക്ടറാണ് അനുമോളുടെ. ആൻഡ് ഇറ്റ്സ് വെരി സാഡ് ടു സേ ദാറ്റ് ആ ഒരു ക്യാരക്ടറുള്ള ഒരു പെൺകുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ളത്. ഇനി ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അല്ലേ. സോ നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. മേ ദ മോസ്റ്റ് ഡിസേർവ്ഡ് വൺ വിൻ എന്നേ എനിക്ക് പറയാനുള്ളൂ. ആരാണ് വിൻ ചെയ്യാന്നൊന്നും അറിയില്ല. പക്ഷെ അനുമോൾ ജയിക്കുകയാണെങ്കിൽ അത് PR കൊണ്ടാണ് ജയിച്ചതെന്ന് പറയും. അനീഷ് ജയിക്കുകയാണെങ്കിൽ ഓക്കെ, അനീഷിന് എന്നെ വലിയ ഹേറ്റും കാര്യങ്ങളൊന്നും പുറത്തില്ല, അതുകൊണ്ട് അനീഷ് ജയിച്ചാൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അക്ബറാണ് ജയിക്കുന്നതെങ്കിൽ പിന്നെ അനുമോളുടെ PR കുട്ടികളെല്ലാവരും കൂടി അക്ബറിനെ തെറി വിളിക്കാനും, അക്ബർ പിന്നെ എന്താ പറയുക ഏഷ്യാനെറ്റിനെ തെറി വിളിക്കാനും, എന്താ പറയുക ബിഗ് ബോസിൻ്റെ ഡയറക്ടറിനെ തെറി വിളിക്കാനും ആയിരിക്കും അവർക്ക് സമയം ഉണ്ടാവുക. സോ ഇതൊക്കെ തന്നെയാണ് ഈ സീസണിലെ വിശേഷങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ. ടുവേർഡ്സ് ദി എൻഡ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. ലക്ഷ്മി, മസ്താനി, ജിഷിൻ അതുപോലെ പ്രവീൺ, ഈ 4 പേര് ഇപ്പം മാലാഖമാരാണ്, അല്ലെങ്കിൽ എന്താ പറയുക അനുമോളെ രക്ഷിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. അവരൊക്കെ പുറത്ത് അനുമോളുടെ സപ്പോർട്ട് കണ്ടിട്ടായിരിക്കാം ഒരു പക്ഷേ ഉള്ളിൽ പോയിട്ട് അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജെനുവനായിട്ടും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷേ ഇപ്പം മസ്താനി, ലക്ഷ്മി അതുപോലെ ജിഷിനൊക്കെ ഭയങ്കര വലിയ ആൾക്കാരാട്ടോ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുകയാണ്, സപ്പോസ് മസ്താനിയോ അല്ലെങ്കിൽ ലക്ഷ്മിയോ ജിഷിനോ പ്രവീണോ ആരെങ്കിലും മോളെ അനുമോളെ നീ അത് പറഞ്ഞ് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സപ്പോസ് ആണേ, ആ നിമിഷം തൊട്ടിട്ട് പിന്നെ ഈ PR-ഉം ഫാൻസും എല്ലാവരും കൂടി അവരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് എടി നീ അതല്ലേ നീ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര മോശം കമൻസ് ഇട്ടിട്ട് അവസാനം അവരെ പൊങ്കാലിടുന്നതായിരിക്കും. സോ എനിവേസ്, അനുവിനെ നല്ലത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ ജീവിക്കാൻ പറ്റും. അനുവിനെ ചീത്ത പറയുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ കാര്യം കട്ടപ്പോകയായിരിക്കും. സോ എനിവേസ്, എന്തായാലും നമുക്ക് അറിയാൻ പറ്റും. ഇനി ഒരു ദിവസം കൂടിയുള്ളൂ ബിഗ് ബോസിൻ്റെ വിന്നർ ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്കിനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. നാളെയൊക്കെ നല്ല നല്ല കോണ്ടൻറ്റ്സ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ ബിഗ് ബോസ് കോണ്ടന്റ് ആയിട്ട് വരുന്നതായിരിക്കും. ആൻഡ് ബിഗ് ബോസ് അവസാനിക്കാൻ പോവുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ, ഇത് ഏറ്റവും നല്ല കണ്ടസ്റ്റൻറ്റ്, ഇതിലെ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചത് അത് ലാലേട്ടറാണ്. സോ കപ്പ് ലാലേട്ടർ കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതെന്ന് ഞാൻ പറയും. സോ എനിവേസ്, അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പരിഗണിക്കണം കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. താങ്ക്സ്.